ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മേപ്പിൾ മലയാളി വ്ളോഗ്സ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താണ് അയൽസും സെൽഫിപ്പും എക്സാം തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയും എനിക്ക് തോന്നിയ കുറച്ച് ലിസണിങ്ങിൻ്റെ ടിപ്സിനെ പറ്റിയും ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഇന്നിപ്പം നമുക്ക് അയൽസ് റീഡിങ്ങിനെ പറ്റി നോക്കാം. അപ്പോൾ അയൽസ് റീഡിങ്ങിലെന്ന് പറയുമ്പം 3 പാസേജ് കാണും, 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, 60 മിനിറ്റ്സിനുള്ളിലാണ് നമുക്കത് ഫിനിഷ് ചെയ്യേണ്ടത്. ഏറ്റവും ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി കുറച്ച് ടിപ്സ്, എനിക്ക് തോന്നിയ കുറച്ച് റീഡിങ്ങിൻ്റെ ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന് മുമ്പ് ആദ്യമേ കയറി നമ്മുടെ ഫുൾ പാസേജ് അങ്ങ് വായിക്കാനായിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് വേണം തുടങ്ങാനായിട്ട്. ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കുക. ആ വായിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലുമൊക്കെ കീവേഡായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഈവൻ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൂടെയാണ് അയൽസ് എക്സാം എഴുതുന്നതെങ്കിൽ പോലും കമ്പ്യൂട്ടറിൽ നമുക്കിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസേജ് വായിച്ച് തുടങ്ങാം. അപ്പം ഇപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് ആ പാസേജിനകത്ത് വന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക. ചിലപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് കീവേഡ് ആ പാരഗ്രാഫിലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോഴും നമുക്കെന്താണ് എന്തെങ്കിലും കീവേഡ്സ് കാണുന്നത് ഹൈലൈറ്റ് ചെയ്ത് പോവാം. അതുപോലെ നിങ്ങൾ പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പം എന്തെങ്കിലും പേരുകളോ ഡേറ്റ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഇതൊക്കെ കാണുന്നത് ഹൈലൈറ്റ് ചെയ്യാം. ചിലപ്പം ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ മിക്കപ്പോഴും പാസേജിൻ്റെ കൂടെ വരാറുണ്ട്. ഇന്ന ആളെ എവിടെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് മാച്ച് ഹെഡിങ്സ്, പിന്നെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, അല്ലെങ്കിൽ യെസ് നോ നോട്ട് ഗിവൺ, പിന്നെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അപ്പോൾ ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആണ് പൊതുവേ എല്ലാവരും പറയാറുണ്ട് ഭയങ്കര ടഫാണെന്നുള്ള കാര്യം. അപ്പം ഞാൻ ഒരു ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തൊരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അല്ലെങ്കിൽ യെസ് നോ നോട്ട് ഗിവൺ രണ്ടിനും ഇതേ ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു നോവൽ വായിച്ചു എന്നാന്ന് വെച്ചു ക്വസ്റ്റ്യന്. അപ്പം അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് കണ്ടു ശ്രീ ഒരു നോവൽ വായിച്ചു. അപ്പം നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ പാസേജിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ശ്രീ ഒരു നോവൽ വായിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ പാസേജിലുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്, ട്രൂ ആണ്. അതേസമയം ശ്രീ ഒരു നോവൽ വായിച്ചിട്ടില്ല എന്നാണ് പാസേജ് പറഞ്ഞേക്കുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇനി ശ്രീ ഒരു നോവൽ വായിച്ചതിനെ പറ്റി എങ്ങുമേ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല, അപ്പം അതെന്തായി, നോട്ട് ഗിവൺ ആയി. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്തത്, ഈ ഒരു ടിപ്പാണ് ഞാൻ യൂസ് ചെയ്തത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അല്ലെങ്കിൽ യെസ് നോ നോട്ട് ഗിവണ് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ദി ഹെഡിങ്സ്. മാച്ച് ദി ഹെഡിങ്സിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പാസേജ് വായിച്ചു, ആ ഒരു പാസേജ് വായിച്ചപ്പം അതിനകത്ത് എനിക്ക് തോന്നുക 2 ഹെഡിങ് ഇതിന് മാച്ചിങ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ഹെഡിങ്ങും ഞാൻ മാർക്ക് ചെയ്തിട്ട് അടുത്ത ആ ഒരു പാസേജിലോട്ട് പോകും. അപ്പോൾ ABCD അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ A വായിച്ചപ്പം എനിക്ക് 2 ഹെഡിങ് മാച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആ 2 ഹെഡിങ് നോട്ട് ചെയ്തിട്ട് ഞാൻ B പാരഗ്രാഫ് വായിക്കാനായിട്ട് പോകും. അപ്പോൾ ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ആ 2 ഹെഡിങ് എനിക്ക് കൺഫ്യൂസ്ഡായി, ഞാൻ അതിൽ സ്റ്റക്കായി നിന്ന് പോയാൽ എന്ത് സംഭവിക്കും, എൻ്റെ ടൈം എല്ലാം അവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പം ഞാൻ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടെണ്ണം ഞാൻ മാർക്ക് ചെയ്തിട്ട് B പാരഗ്രാഫിലോട്ട് പോകുന്നത്. ചിലപ്പോൾ ഞാൻ B പാരഗ്രാഫ് വായിക്കുമ്പോൾ മുമ്പേ മാർക്ക് ചെയ്ത 2 ഹെഡിങ്ങിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് B ആയിട്ട് നല്ലപോലെ മാച്ചിങ് ആയിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യാൻ അപ്പോൾ എനിക്ക് ക്ലിയറായി Bയുടെയാണ് ഒരു ഹെഡിങ്, അപ്പോൾ Aയുടെ മറ്റേ ഹെഡിങ്ങാണ് ക്ലിയറായി. നമ്മൾ ഒരിക്കലും ഒരിടത്ത് സ്റ്റക്കായിട്ട് നിന്ന് ടൈം വേസ്റ്റ് ചെയ്യരുത്. അതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാച്ച് ദി ഹെഡിങ് ചിലപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ കുറേ ഹെഡിങ്സ് നോക്കും, നമുക്ക് ഇത് 3 ഹെഡിങ്സ് അല്ലെ 2 ഹെഡിങ്സ് ഒക്കെ ആണോ എന്ന് ഡൗട്ട് വന്നു. അത് മാർക്ക് ചെയ്യുക, മുന്നോട്ട് വായിച്ച് പോവുക. നമ്മൾ അടുത്തടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിനകത്ത് കുറേ ഹെഡിങ്സ് ക്യാൻസലായിപ്പോവും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് മിക്കതും ഇതിനകത്ത് എന്താണ്, ഇപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിക്കോട്ടെ, അല്ലെ പിന്നെ ഇപ്പം ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, ഇതെല്ലാം ഓർഡർ തന്നെ ആയിരിക്കും വരുന്നത്.
ആ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ ആ പാസേജിലുള്ള അതേ ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തോട്ട് നോക്കി പോയാൽ മതി. പിന്നെയും പാസേജ് ആദ്യം മുതൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ടൈമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയില്ല. എനിക്ക് ഞാനെല്ലാം ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആദ്യം ചെയ്ത് വന്നപ്പം ചിലതൊക്കെ എനിക്കിങ്ങനെ ഡൗട്ട് തോന്നിയില്ലേ, ഇതാണോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു പേപ്പർ തരും, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ. ആ പേപ്പറിൽ ഞാൻ ഈ നമ്പർ ഇങ്ങനെ എഴുതിയിട്ട് അങ്ങ് പോയി. ഞാൻ അവിടെ ടൈം വേസ്റ്റ് ചെയ്തില്ല. എനിക്ക് അന്നേരം തോന്നിയ ഒരു ആൻസർ സെലക്ട് ചെയ്തിട്ട് ഞാനത് എഴുതിയിട്ടിട്ട് പോയി. അവസാനം 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ ആ പേപ്പറിനകത്ത് ഞാൻ എഴുതി വെച്ച നമ്പേഴ്സിലോട്ട് ഓരോന്നും പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഒരു പാസേജ് വായിക്കുമ്പം അതിനകത്ത് ഓരോ വേർഡും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വായിക്കാൻ വേണ്ടി നിൽക്കല്ലേ. നമ്മൾ ഇങ്ങനെ സ്കിം ചെയ്ത് വേണം നമ്മൾ വായിക്കാനായിട്ട്. നമ്മൾ അതിനകത്തെ ആ കീവേഡാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം മാച്ച് ദി ഹെഡിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലെ എക്സാക്റ്റ് വേർഡ് തന്നെ പാസേജ് കാണത്തില്ല. നമ്മളിങ്ങനെ ആ ഇതിനകത്ത് നോക്കണം ഏതെങ്കിലും കീവേഡ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിലെ ആ ഒരു കീവേഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വേർഡ് എടുത്തിട്ട് നോക്കണം അതിൻ്റെ വേറൊരു സിനോണിമാണോ ആ ഹെഡിങ്ങിലുള്ളതെന്ന് നോക്കണം. ചില സമയത്ത് അങ്ങനെയായിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ ഈ റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കറക്റ്റ് ഈ ഒരു 60 മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾക്ക് എക്സാമിന് ചെല്ലുമ്പോഴത്തേക്ക് 60 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ടൈം ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ലിസണിങ്ങിൻ്റെ പറഞ്ഞതുപോലെ തന്നെ കാംബ്രിഡ്ജിൻ്റെ റീഡിങ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, അത് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. അതേ ഫോർമാറ്റിലുള്ളത് തന്നെ ആയിരിക്കും എക്സാമിന് വരുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലിസണിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. ആൻസേഴ്സ് ചെക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് തെറ്റുന്നത് എങ്ങനെയാണ് തെറ്റിയത്, എന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവാതെ തെറ്റിപ്പോയതെന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവാനായിട്ട് ചിലപ്പോൾ നമ്മൾ 2-3 വട്ടം വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നുകൂടെ ശരിക്കും നോക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അത് എല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ IELTS റൈറ്റിങ്ങിനെ പറ്റിയിട്ടും സ്പീക്കിങ്ങിനെ പറ്റിയിട്ടും പറയുന്നതായിരിക്കും. If you found this video helpful, don't forget to like, comment and follow for the next part of IELTS series. Thank you.